ഹലോ ഓൾ. നമ്മുടെ HSST സിലബസിൽ ഏറ്റവും ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 ഡീറ്റെയിൽഡ് പോർഷനിൽ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും മനോഹരമായ കൃതികളിലൊന്ന്, എസ്പെഷ്യലി പ്രീ ഷേക്സ്പീരിയൻ ആയിട്ടുള്ള ഒരു റൈറ്ററിൽ ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു റൈറ്റർ കൂടിയാണ് ക്രിസ്റ്റഫർ മാർലോ. ഡീറ്റെയിൽ ആയിട്ട് ആക്ട് വൈസും സീൻ വൈസും ഒക്കെ നമ്മൾ ഈ ആപ്പിൽ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആദ്യമേ പറയട്ടെ, നമുക്ക് ഈ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് ആക്ട് വൈസ് ഒക്കെ ആക്കിയത് പിൽക്കാലത്ത് എഡിറ്റേഴ്സ് ആണ്. അപ്പൊ പലപ്പോഴും സീനുകൾ ഒന്നിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ കറക്റ്റ് ആക്ട് 1 ഇത്ര, കറക്റ്റ് ആക്ട് 2 ഇത്ര എന്നുള്ളൊരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ പിൽക്കാലത്ത് ആഡ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് മനോഹരമായ ഗംഭീരമായ ഒരു കൃതി, അതും അതിന്റെ മജസ്റ്റിക് യൂസ് ഓഫ് വേർഡ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സിന്റെ ഒക്കെ അങ്ങേയറ്റമുള്ള ഭംഗിയിലാണ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിന്റെ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി നിങ്ങളുമായിട്ടൊന്ന് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ മാർലോയുടെ വളരെ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു വർക്കാണ്. ആൻഡ് ഒരു ഗോഡ് ലൈക്ക് പവർ ഓഫ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ അകത്ത് ക്രിസ്റ്റഫർ മാർലോ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലാംഗ്വേജ്, അത് ശരിക്കും ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ അംബീഷനെ കാണിക്കുന്നുണ്ട്. എല്ലാം നേടണം, എല്ലാ അറിവും കോൺക്വർ ചെയ്യണം തുടങ്ങി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പവറിനോടുള്ള അല്ലെങ്കിൽ നോളജിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അടങ്ങാത്ത അഭിനിവേശം കാണിക്കുന്ന ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ആ വേർഡ്സ് യൂസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് മാർലോയുടെ മൈറ്റി ലൈൻസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ക്രിസ്റ്റഫർ മാർലോ ഇൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ആൻഡ് ഇത് ഒരു വൺ ഓഫ് ദി ഫേമസ് നോൺ ഷേക്സ്പീരിയൻ എലിസബത്തിയൻ ട്രാജഡീസിൽ ഒന്നാണ്. അത് തൊട്ട് മുൻപ് കടന്നുപോയ മൊറാലിറ്റി പ്ലേ, നിങ്ങൾക്കറിയാലോ, പണ്ട് നമ്മുടെ മൊറാലിറ്റി പ്ലേസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്റർലൂഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതും അതിനോടൊപ്പം തന്നെ പിന്നെ വന്ന ആ ഒരു റെനസ റൈറ്റിങ്ങുകളെയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ഈ ഒരു വർക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പലപ്പോഴും ആ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഹ്യൂമൻ കണ്ടീഷൻ, അതായത് നമ്മൾ ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാള് പിന്നീട് അറിവ് കൊണ്ട് ഉന്നതനാവുന്നതിന്റെ, അറിവ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ സോർ ചെയ്യുന്നതിന്റെ ഒരു ചിത്രമാണ്, ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അതുവരെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ടേംസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും എല്ലാം ഈ ഒരു പ്ലേ മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എഗൈൻ നമുക്ക് ഇതിനെ ക്രിസ്റ്റഫർ മാർലോ ആയിട്ടും ഷേക്സ്പിയർ ആയിട്ടും ഒക്കെ കാണാൻ പറ്റും. ഇവർ രണ്ടുപേരും ഒരു വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പിന്നീട് ഫേമസ് ആയവരാണ്. ഷേക്സ്പിയർ ആണെങ്കിൽ പോലും വളരെ സാധാരണക്കാരനായ ഒരാളുടെ മകനായിട്ട് ജനിക്കുകയും പിൽക്കാലത്ത് ആ ഒരു ഹൈറ്റ്സ് റീച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആളായിട്ടാണ് കാണുന്നത്. ക്രിസ്റ്റഫർ മാർലെ ശരിക്കും ആ ഒരു മോഡേൺ ട്രാജിക് ഹീറോ എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും. ബിക്കോസ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡെവിൾ കോമ്പാക്റ്റിൽ അദ്ദേഹം ഇടപെടുന്നത്, അല്ലെങ്കിൽ ഒരു ഡെവിളുമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡോക്ടർ ഫോസ്റ്റേഴ്സ് കൃത്യമായിട്ട് ഡെവിളുമായിട്ട് സോൾ ഓപ്ഷൻ സീൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്വന്തം ആത്മാവാണ്, അല്ലേ? സ്വന്തം ആത്മാവാണ് ആർക്ക് പണയം വെക്കുന്നത്? ലൂസിഫറിന്. മെഫിസ്റ്റോഫിലിസിലൂടെ ലൂസിഫറിന് പണയം വെക്കുന്നത് സ്വന്തം സോളാണ്. ആൻഡ് പലപ്പോഴും നമ്മൾ ഇമ്മോർട്ടൽ സോൾ എന്നാ പറയുന്നത്, അല്ലേ? നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, നമ്മുടെ ആത്മാവ് ഇമ്മോർട്ടൽ ആണ്. ആ ഇമ്മോർട്ടൽ സോൾ ആണ് ആർക്ക് കൊടുക്കുന്നത്? പവറിന് വേണ്ടി, അല്ലെങ്കിൽ നോളജിന് വേണ്ടി, എന്തും നടക്കാൻ വേണ്ടിയിട്ട് മെഫിസ്റ്റോഫിലിസിനും ലൂസിഫറിനും ഒക്കെ കൊടുക്കുന്നത്. സോ അവിടെ തന്നെ ആ ഒരു സോൾ ഓപ്ഷൻ സീൻ എന്ന് പറയുമ്പോൾ തന്നെ റീഡേഴ്സിനെ അല്ലെങ്കിൽ പ്ലേ കാണുന്നവരെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിട്ടിക്കായിട്ടുള്ള മാക് അലിൻഡൺ പറയുന്നത്, വാട്ട് മേക്സ് ദ പ്ലേ മോസ്റ്റ് റിമാർക്കബിൾ ഈസ് ദ ഫാക്ട് ദാറ്റ് ഇൻ കമ്പോസിംഗ് ഇറ്റ് മാർലോ സോ എലിസിറ്റഡ് ദ ലേറ്റന്റ് മീനിങ്സ് ഓഫ് ദ ഡെവിൾ കോമ്പാക്ട്. നിലനിന്നിരുന്ന, നമ്മൾ കേട്ടിട്ടുള്ള, അതായത് ഡെവിളിന് സോൾ കൊടുക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നാളും നിലനിന്നിരുന്ന ആ കഥകളുടെ ഒരു തുടർച്ച, ആ കഥകളുടെ നമുക്ക് എസ്പെഷ്യലി വെസ്റ്റില് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥയാണ്. അതിനെ കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ലൈഫുമായിട്ട് അത്രമാത്രം റിലേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, അത്രയും നാള് മിത്തായിട്ട് എക്സിസ്റ്റ് ചെയ്തൊരു സംഭവം, ഒരു മിത്തിക്കൽ
ഒരു റിസംബ്ലൻസ് ഉള്ള ഒരു സംഭവത്തെ പെട്ടെന്ന് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് നമുക്ക് പരിചയമുള്ള ഒരു മനുഷ്യന്റെ ലൈഫിലോട്ട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ റീഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിലാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി നമ്മൾ കാണുന്നത് എന്ന് ടി മാക് അലിൻഡൻ എന്ന് പറയുന്ന ക്രിട്ടിക്ക് പറയുന്നുണ്ട്. ആൻഡ് അതിനു മുൻപ് നമുക്ക് ലൂസിഫറിന്റെയും ആദത്തിന്റെയും ഈവിന്റെയും ഒക്കെ കഥകളാണ് അറിയുന്നത് അല്ലേ? പാരഡൈസ് ലോസ്റ്റ്, അതായത് ശരിക്കും പറുദീസ നഷ്ടം സംഭവിച്ച അവരുടെ കഥകളാണ്. പക്ഷെ അതൊരു സാധാരണ മനുഷ്യന് സംഭവിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഫോസ്റ്റസ് ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡ്രാമ കംപ്ലീറ്റ് വായിച്ചു കഴിയുമ്പം അവസാനത്തെ സീനില് ഡോക്ടർ ഫോസ്റ്റസിനെ ദൈവമേ ലൂസിഫർ കൊണ്ടുപോവല്ലേ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാവും. പക്ഷെ അവസാനം ആ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന സീനൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന സീൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബിയോണ്ട് ഹ്യൂമൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് മനുഷ്യനും അപ്പുറം അറിവ് നേടാൻ ആഗ്രഹിച്ച ഒരാൾക്ക് വരാവുന്ന ഡൗൺഫോൾസിനെ പറ്റിയും ഡോക്ടർ ഫോസ്റ്റസ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി വാർണിംഗ് ടു ഓൾ ഹ്യൂമൻ സ്ട്രൈവിംഗ് ടു റീച്ച് ബിയോണ്ട് ദ ഹ്യൂമൻ. ഓക്കെ, മനുഷ്യനും അപ്പുറം വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഹ്യൂമൻസിനും ഒരു വാർണിംഗ് കൂടിയാണ് പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ആക്ച്വലി ഒരു പോസ്റ്റ് മിഡീവൽ ഫിനോമിനൻ ഉണ്ട്. ഇൻഡിവിജ്വലിസം കുറച്ചുകൂടി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ട്രീം ഓഫ് റൈറ്റിംഗിന്റെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കറിയാം എസ്പെഷ്യലി ബൈറൺ റൊമാൻറ്റിക്കില് ബൈറോണിക് ഹീറോ എന്ന് പറഞ്ഞാൽ ബൈറന്റെ പോലെ തന്നെ ആള് തന്നെ ഒരു ലിംബ് ഫൂട്ടുമായിട്ട് ഓഷൻ ക്രോസ് ചെയ്ത് സെയിൽ ചെയ്ത ആളാണ്. ദെൻ പൊതുവെ ബൈറോണിക് ഹീറോസ് നമ്മൾ ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പിൽക്കാലത്ത് വന്ന ബൈറന്റെ ഇത്തരത്തിലുള്ള ഔട്ട്കാസ്റ്റുകൾ, അതുപോലെ തന്നെ ബൈറോണിക് ഹീറോസ്, അതുപോലെ ഷെല്ലിയുടെ പ്രൊമിത്തിയസ്, നമ്മൾ HSAയിൽ പഠിച്ച ബ്രോണ്ടിയുടെ ഹെത്ക്ലിഫ് തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഒരു ലോങ് ഹിസ്റ്റോറിക്കൽ സ്റ്റാർട്ടിംഗ് ആയിട്ടും ബിക്കോസ് ബിയോണ്ട് ഹ്യൂമൻ ആവാൻ ആഗ്രഹിക്കുന്ന ഹ്യൂമൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗദയാണ് ഇദ്ദേഹത്തിനെ പറയുന്നുണ്ട്. ഇതൊരു ആക്ച്വലി പിൽഗ്രിംസ് പ്രോഗ്രസ് ഇൻ റിവേഴ്സ് ആണ് ഈ പ്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയൊരു റിമാർക്കാണ് നമ്മുടെ മാർലോയുടെ കൺസ്ട്രക്ഷനെ പറ്റി. ഹൗ ഗ്രേറ്റ്ലി ഇറ്റ് ഈസ് ഓൾ പ്ലാൻഡ്. എന്ത് ഗംഭീരമായിട്ടാണ് പ്ലാൻ ചെയ്തെടുത്തേക്കുന്നത്. ഈവൻ നമ്മൾ ഡ്രാമ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പറയും പ്രലോഗ് ഉണ്ട്, എപ്പിലോഗ് ഉണ്ട്, ഇടയ്ക്ക് കോറസ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ ട്രാജഡിയുടെ ടെൻഷൻ കുറയ്ക്കാൻ ഇടയ്ക്ക് കോമിക് സീൻസ് മിക്സ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആ റോബിൻ റാഫി സീൻസ് എന്നൊക്കെ പറയുന്നത് അതിന് മുൻപ് സോൾ ഓപ്ഷൻ സീനാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിറ്റി കോമഡീസ് ഒക്കെ ഉണ്ട്. അവര് ബാറിൽ വൈൻ കഴിക്കാൻ പോകുന്നതുണ്ട്. സോ അങ്ങനെ രണ്ടിന്റെയും കൂടി ഒരു മിക്സിങ്ങിൽ വല്ലാത്ത, അതാണ് കൃത്യമായിട്ട് ഒരു ക്രിട്ടിക്കൽ കോമന്റ് ആയിട്ട് വരുന്നത്. ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് ഓൾ പ്ലാൻഡ്, ഹൗ ഗ്രേറ്റ്ലി ഇറ്റ് ഈസ് ഓൾ പ്ലാൻഡ് അബൌട്ട് മാർലോസ് ഡ്രമാറ്റിക് കൺസ്ട്രക്ഷൻ. എന്ത് ഗംഭീരമായിട്ടാണ് അത്. ഇതിന് തൊട്ട് മുൻപ് ഇങ്ങനെ എഴുതിയ ഒരാളില്ല. ഷേക്സ്പിയറെ സംബന്ധിച്ച് ഷേക്സ്പിയറിന് വന്ന് പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. തൊട്ട് മുൻപിൽ അത്രയും ആൾക്കാർ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്റ്റഫർ മാർലോയ്ക്ക് മുൻപേ മാർലോയെ പോലെ എഴുതിയ മറ്റാരാണുള്ളത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തെ നമുക്ക് അത്രമാത്രം പ്രിയങ്കരനാക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ കുറേ ക്രിട്ടിക്കൽ കമന്ററി ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് പോകുന്തോറും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ ക്രിട്ടിക്കൽ കമന്ററി, അഡാപ്റ്റേഷൻസ്, റെഫറൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഈവൻ ഡോക്ടർ ഫോസ്റ്റസിൽ ഒരു സീനുണ്ട്, ഒരു ഹോഴ്സിനെ സെല്ല് ചെയ്തിട്ട് പറയും ഈ ഹോഴ്സിനെ നിങ്ങൾ വെള്ളത്തിൽ ഇറക്കരുത് എന്നുള്ള കണ്ടീഷനിലാണ് വിൽക്കുന്നത്. പക്ഷെ വെള്ളത്തിൽ ഇറക്കുകയും ഹോഴ്സ് ഡിസപ്പിയർ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഹോഴ്സിന്റെ സിമ്പല് പോലും ആക്ച്വലി ഡോക്ടർ ഫോസ്റ്റസിന് കിട്ടിയ മാജിക്കൽ പവേഴ്സിന് ഇക്വലന്റ് അല്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ലൈക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഹോഴ്സിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒഴിച്ചാല്, കുറച്ച് നാളത്തേക്ക് ഈ മാജിക്കൽ പവറിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒഴിച്ചാല് ആക്ച്വലി ഇതെല്ലാം ഡിസപ്പിയർ ചെയ്ത് പോയതല്ലേ എന്നുള്ള, അതാണ് പറയുന്നത്. ഭയങ്കര ഡ്രമാറ്റിക് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. പിന്നെ മിഡീവൽ മൊറാലിറ്റി പ്ലേയുടെയും അറ്റ് ദ സെയിം ടൈം ട്രഡീഷൻ ഓഫ് ക്ലാസിക്കൽ ട്രാജഡിയുടെ ഒരു മിക്സ് നമ്മൾ കാണുന്നുണ്ട്. ആ കോറസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. എപ്പിലോഗ്, പ്രലോഗ്, അറ്റ് ദ സെയിം ടൈം മിഡീവൽ മൊറാലിറ്റി പ്ലേ. ഈവൻ ഈ സിൻസ് എല്ലാം കൂടി വരുന്നുണ്ട്. അതായത് പാപങ്ങളെല്ലാം 7 സിൻസ് വന്ന് ഒരു ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഒരു മൊറാലിറ്റി പ്ലേയുടെ ട്രഡീഷനാണ്. അറ്റ് ദ സെയിം ടൈം കോറസ്, പ്രലോഗ്, എപ്പിലോഗ് എന്നൊക്കെ പറയുന്നത് ക്ലാസിക്കൽ ട്രാജഡിയുടെ ട്രഡീഷനാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രാമയ്ക്ക് അപ്പുറത്തേക്ക് വായിക്കേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ഉണ്ട്. പിന്നീട് ക്രിസ്റ്റഫർ മാർലോയും നമ്മുടെ ഷേക്സ്പിയറും തമ്മിലുള്ള വലിയ ഒരു സാമ്യം എന്ന് പറയുന്നത്, ക്രിസ്റ്റഫർ മാർലോ ജനിക്കുന്നത് 1564 കാൻറ്റർബറിയിലാണ് ജനിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എക്സാക്ട് 2 months ബിഫോർ ഫെലോ പ്ലേ റൈറ്റ് വില്യം ഷേക്സ്പിയർ ജനിക്കുന്നതിന് 2 മാസം മുൻപെന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അടുത്ത ഒരു റിസംബ്ലൻസ് ആണ്. ട്രേഡ് അതുപോലെ തന്നെത്തുള്ള കുറെ ഒക്കേഷൻസിൽ നിന്നാണ് വരുന്നത്. ലൈക്ക് ഷേക്സ്പിയറിന്റെ ഫാദർ ഒരു ഗ്ലവർ ആയിരുന്നു, നമുക്കറിയാം. മാർലോയുടെ ഫാദർ അറ്റ് ദ സെയിം ടൈം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷൂ മേക്കർ ആയിരുന്നു. അപ്പം വളരെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇവർ വരുന്നുണ്ട്. പക്ഷേ ഷേക്സ്പിയറിനെ പോലെയല്ല, മാർലോ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആൻഡ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാത്തലിക് ആയിട്ടുള്ള സിംപതീസും ഇഷ്യൂസും ഒക്കെ ആയിരുന്നു. അത്തരത്തിലുള്ള കഥകളും പ്രൊഫൈലും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് തോമസ് കിഡുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അസോസിയേഷൻ ആണ്. ആൻഡ് ഈ തോമസ് കിഡുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അസോസിയേഷൻ തന്നെയാണ് പിന്നീട് കുറെ അലിഗേഷൻസിലോട്ട് ഇദ്ദേഹത്തെ നയിക്കുന്നത്. എസ്പെഷ്യലി ഒരു ഇഷ്യൂ വരുമ്പോൾ തോമസ് കിഡ് പറയുന്നുണ്ട് ഈ ലെറ്റർ മാർലോ എഴുതിയതാണ് എന്ന് പറയുന്ന അവസ്ഥകൾ വരെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാർലോയുടെ 6 പ്ലേസും എസ്പെഷ്യലി ഡൈഡോ, ക്യൂൻ ഓഫ് കത്രേജ്, ജൂ ഓഫ് മാൾത്ത തൊട്ട് എഡ്വേർഡ് സെക്കൻഡ്, ഡോക്ടർ ഫോസ്റ്റസ് തുടങ്ങിയ പ്ലേസ് എല്ലാം 6 വർഷക്കാലത്തിനിടയ്ക്കാണ് എഴുതപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പ്രത്യേകതകളിലൊന്ന്. ലൈക്ക് ഫ്രം 1587 to 1593 ആ ഒരു കാലഘട്ടത്തിന്റെ ഇടയ്ക്കാണ് ഇത് ഇത്ര എഴുതപ്പെടുന്നത്. നമുക്കറിയാം 29ാമത്തെ വയസ്സിൽ മാർലോ മരിക്കുവാണ്. ഓക്കെ, അതിനു മുൻപാണ് എഴുതപ്പെടുന്നത്. ഈവൻ ടാംബർലൈനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് വരെ ഇംഗ്ലീഷിൽ കവികൾ ആരും യൂസ് ചെയ്ത ഭാഷ ഉപയോഗിക്കാൻ താല്പര്യമില്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. ആൻഡ് അദ്ദേഹം അതിൽ പറയുന്നത് ജിഗിങ് വെയിൻസ് ഓഫ് റൈമിങ് മദേഴ്സ് വിറ്റ്, ഒരമ്മ ഒരു കുട്ടിയെ വിളിച്ച് ഉപദേശിക്കുന്ന അഡ്വൈസ് കൊടുക്കുന്ന ഭാഷയിൽ എനിക്ക് എഴുതാൻ താല്പര്യമേ ഇല്ല. അങ്ങനെ എഴുതിയാൽ എങ്ങനെയാണ് ഡ്രാമയ്ക്ക് ആസ്വാദകരെ പിടിച്ചിരുത്താൻ പറ്റുക? ആക്ച്വലി ആ ചോദ്യത്തിന്റെ പിറകിൽ തന്നെ ടാംബർലൈനിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ട്. വെരി എവിഡന്റ് ആയിട്ട് മാർലോ പുട്സ് അറ്റ് സെന്റർ സ്റ്റേജ് ദ ലാർജർ ദാൻ ലൈഫ് cruel Mongolian tyrann who threatens the world with high astounding terms. നമ്മൾ അന്ന് വരെ കാണാത്ത ലാംഗ്വേജ് യൂസ് ചെയ്യുവാണ് സ്റ്റേജിൽ. അത് മാത്രമല്ല, സാധാ മനുഷ്യരെക്കാട്ടിലും വലിയ വലിയ ക്യാരക്ടേഴ്സിനെ സ്റ്റേജിൽ കൊണ്ടുവരുവാണ്. സോ അത്തരത്തിൽ മാർലോ തുടങ്ങി വെച്ചൊരു ട്രഡീഷന്റെ ഭാഗം തന്നെയാണ് ഡോക്ടർ ഫോസ്റ്റസും എന്ന് പറയുന്നത്. ഓക്കെ, so he thereby pioneered a new breed of hero for the Elizabethan stage. പിൽക്കാലത്ത് എലിസബീത്യൻ സ്റ്റേജിന് ആഘോഷമാക്കാൻ പാകത്തിൽ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഹീറോസിനെ പ്രസന്റ് ചെയ്യുമായിരുന്നു ആര്? നമ്മുടെ സ്വന്തം ക്രിസ്റ്റഫർ മാർലോ. The master of his own destiny who succeeds by the strength of his will. ആ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടേഴ്സിനെയാണ് കൊണ്ടുവന്നത്. ആൻഡ് മാർലോയുടെ ഡ്രമറ്റൈസേഷൻ എന്ന് പറയുന്നത് ലൈക്ക് പുതിയ ഫോക്കസും പുതിയ സ്റ്റാൻഡേർഡ്സും ആൻഡ് എലിസബീത്യൻ സ്റ്റേജ് ഇതുവരെ കാണാത്ത സെറ്റപ്പ് സംഭവങ്ങളുമായിട്ടാണ് നമ്മുടെ മാർലോ വരുന്നത്. ആൻഡ് ഡോക്ടർ ഫോസ്റ്റസും അത്തരത്തിലുള്ളൊരു വർക്ക് തന്നെയാണ്. അതുപോലെ ഈവൻ സ്റ്റേജിൽ അദ്ദേഹം വയലൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡോക്ടർ ഫോസ്റ്റസ് കാണുവാണെങ്കിൽ സ്വന്തം സോള്, സ്വന്തം ആത്മാവ് ലൂസിഫറിന് കൊടുക്കുമ്പം ബ്ലഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, സ്വന്തം ബ്ലഡ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വയലൻസ് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ഈവൻ ഇദ്ദേഹം അറസ്റ്റഡ് ആയിരുന്നു, 14 ദിവസം അറസ്റ്റ് ചെയ്തൊക്കെ കിടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊഫൈലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ തോമസ് കിഡ് ആണ് പറയുന്നത് അവസാനം ആ പേപ്പേഴ്സ്, ആ ഇഷ്യൂസ് ഉണ്ടാക്കിയ പേപ്പേഴ്സ് ബിലോങ് ടു മാർലോ എന്ന് തോമസ് കിഡ് ആണ് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. ആൻഡ് ഏർലി ഡെത്ത് ആണ്, 29ാമത്തെ വയസ്സിൽ മരിക്കുന്നുണ്ട്. അപ്പൊ ആരായിരുന്നു മാർലോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർ പറയുന്നുണ്ട് ഷേക്സ്പിയർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്, ഷേക്സ്പിയറിന്റെ റൈവൽ ആണെന്ന് പറയുന്നുണ്ട്, അതല്ല യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ മറ്റാരോ ആണെന്ന് പറയുന്നുണ്ട്. വി ഡോണ്ട് നോ. ആൻഡ് ഈവൻ ഇപ്പോഴും പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബിബിലിയോ അല്ലെങ്കിൽ ആ ഒരു ബയോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്ട്രേഞ്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സ്കോളേഴ്സിനെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയും ഡോക്ടർ ഫോസ്റ്റസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെസൊണേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻലെസ് സ്പെക്യുലേഷൻസ് കൊണ്ടുവരുന്ന ഒരു വർക്കാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ ടാംബർലൈനിന് ശേഷമാണോ ഇത് എഴുതിയത് അതോ അതിന് മുൻപാണോ ഇത് എഴുതിയത് എന്നുള്ളതൊക്കെ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്.
1594 ഈ ഒരു പ്ലേയുടെ ഏർലിയസ്റ്റ് റെക്കോർഡ് ഓഫ് പ്ലേസ് പ്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് അപ്പൊ ആ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പിന്നീട് നിങ്ങൾക്ക് ബ്ലൂ പ്രിന്റിലും കാര്യങ്ങളിലും എല്ലാം ആഡ് ചെയ്ത് നമ്മൾ തരുന്നുണ്ട്. ദ ടെക്സ്റ്റുവൽ ഹിസ്റ്ററി ഓഫ് ദ പ്ലേ ഈസ് നോ ലെസ് ക്ലൗഡി ആസ് ദ പെർഫോമൻസ് ഹിസ്റ്ററി. രണ്ടും നമുക്ക് അത്ര ഓക്കെ അല്ല, അത്ര നമുക്ക് അറിയത്തില്ല. പിന്നെ എ ടെക്സ്റ്റും ബി ടെക്സ്റ്റും ഉണ്ട്. ഞാനത് ക്ലാസ്സുകളിൽ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഒരു ഹിസ്റ്ററി ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതാണെങ്കിലും നിങ്ങൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ട്രഡീഷണൽ മേക്ബത്ത് ഒക്കെ തന്നെ ഇത്ര ആക്ട് ഇത്ര സീൻ, ഈ ആക്ടിലാണ് സ്ലീപ്പ് വാക്കിംഗ് സീൻ എന്നൊക്കെ പഠിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ അങ്ങനെ ഒരു അപ്രോച്ച് നമുക്ക് പാടാണ്. ബിക്കോസ് എ ടെക്സ്റ്റും ഉണ്ട് ബി ടെക്സ്റ്റും ഉണ്ട്. 1604 എ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഈ എ ടെക്സ്റ്റിൽ 1485 ലൈൻസ് ആണ് ഉള്ളത്. 1485 ലൈൻസ്. ഓക്കെ, 1485 ലൈൻ ഉണ്ട് ഇൻ വേർഷൻ എ ടെക്സ്റ്റിൽ. അറ്റ് ദ സെയിം ടൈം ബി ടെക്സ്റ്റിൽ 2131 ലൈനാണുള്ളത്. രണ്ടും പഠിച്ചു വെച്ചിരിക്കണം. സോ ഈ രണ്ട് ടെക്സ്റ്റും തമ്മിലുള്ള ഇഷ്യൂ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ആക്ട് ഡിവിഷനോ സീൻ ഡിവിഷനോ ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ പാടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ബിബ്ലിയോഗ്രഫിക്കൽ പസിൽ എന്നാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ പോലും പറയുന്നത്. ബിക്കോസ് അത്രമാത്രം നമുക്ക് അതിന്റെ സോഴ്സുകളെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ സ്റ്റിൽ അതിനെ ഇംഗ്ലീഷ് ഡ്രാമയിലെ ഒരു വണ്ടർ ആയിട്ടെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നാണ് കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. എവറി മാൻ എന്ന് പറയുന്ന മൊറാലിറ്റി പ്ലേ പോലെ തന്നെ കുറച്ച് മൊറാലിറ്റി ഫീച്ചേഴ്സ് ഈ പ്ലേയും കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന കുറെ ഫീച്ചേഴ്സ്, അതായത് നിങ്ങൾ ബേസിക് സമ്മറി ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈവൻ മൊറാലിറ്റി പ്ലേയുടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡെഡ്ലി സിൻസിന്റെ ആ ഒരു പരേഡ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലേ എൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ദൈവത്തിന് അതീതനായി പ്രവർത്തിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ ഡാമിനേഷനിലാണ്, അയാളുടെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിലാണ് ആൻഡ് ഹിസ് ഹോപ്പ്ലെസ് എക്സ്റ്റിങ്ഷനിലാണ്. ഓക്കെ, സോ അതൊക്കെ ആ ഒരു മൊറാലിറ്റി പ്ലേ. ഓക്കെ, നീ തെറ്റ് ചെയ്തു എന്നാൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു ഫീച്ചേഴ്സ് ആണ്. മാർലോ സ്ട്രക്ചേഴ്സ് ദ പ്ലേ ടു എംഫസൈസ് ദ ട്രാജിക് പാറ്റേൺ ഓഫ് എ റൈസ് ആൻഡ് ഫോൾ ഓഫ് ചോയ്സ് ആൻഡ് കോൺസിക്വൻസ്. ഓക്കെ, ആക്ട് 1 ഫോസ്റ്റേഴ്സ് നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ അംബിഷൻസ് ഉണ്ട്. അദ്ദേഹം ലോ എടുക്കുന്നു, ഓക്കെ ഇത് പോരാ. മെഡിസിൻ എടുക്കുന്നു, ഓക്കെ ഇതും പറ്റത്തില്ല. ലോജിക് എടുക്കുന്നു, പറ്റില്ല. സോ ആ ഒരു ചോയ്സുകളുടെ ഇടയിൽ ഏറ്റവും ഇന്റലക്ച്വൽ അംബിഷൻ കാണിക്കുന്ന ഒരാളായിട്ട് ഡോക്ടർ ഫോസ്റ്റേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈസ് എ വിറ്റൻബർഗ് സ്കോളർ, നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ബ്ലാക്ക് മാജിക്കിലോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഒരു മൈറ്റി ഗോഡ്, മജീഷ്യൻ ഈസ് എ മൈറ്റി ഗോഡ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്വന്തം സോള് 24 വർഷത്തേക്കിന് കൊടുക്കുന്നുണ്ട്. റെഫ്യൂസിങ് ടു ബിലീവ് ദാറ്റ് ആഫ്റ്റർ ദിസ് ലൈഫ് ദർ ഈസ് എനി പെയിൻ. അപ്പം ഇമ്മോർട്ടൽ സോൾ ആണെന്ന് വിശ്വസിക്കുന്നതേ ഇല്ല. ഈ ജീവിതം കഴിഞ്ഞാൽ ഇനി എന്ത് വേദനയാണ് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ വളരെ രസകരമായിട്ട് കാണുന്നുണ്ട്, മെഫിസ്റ്റോഫിൽസിനോട് ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്ക് നക്ഷത്രങ്ങളോളം സോൾസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മൊത്തം ഞാൻ ആർക്ക് കൊടുത്തേനെ, മെഫിസ്റ്റോഫിൽസിന് കൊടുത്തേനെ എന്ന് ഡോക്ടർ ഫോസ്റ്റേഴ്സ് പറയുന്നുണ്ട്. ഇതേ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അവസാനം പറയുന്നുണ്ട്, എന്റെ ആത്മാവ് ഓഷനിലേക്ക് ചേരട്ടെ എന്നാ പറയുന്നത്. ലൈക്ക് ഫെഡപ്പ് ആയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം അത്രമാത്രം അംബീഷ്യസ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് പല ക്രിട്ടിക്സും പറയുന്നത് ആദ്യത്തെ 2 ആക്റ്റും ലാസ്റ്റ് ആക്റ്റും ഗംഭീരങ്ങളാണ് എന്നുള്ളതാണ്. നടുഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു മിഡിൽ പോർഷനിൽ അത്രമാത്രം ഒരു ടെൻഷൻ കൊണ്ടുവരാൻ നമ്മുടെ ക്രിസ്റ്റഫർ മാർലോയ്ക്ക് പറ്റിയിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം കൂടി ഉണ്ട്. ഓക്കെ, ദെൻ ഹെല്ലിന്റെ ഇഷ്യൂസ് ഒക്കെ മെഫിസ്റ്റോഫിലിസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്റ്റേഴ്സ് സീൽസ് ഹിസ് ബാർഗെയിൻ ഇൻ ബ്ലഡ് ഇൻ ആക്ട് 2. അതാണ് ആ ഒരു ബ്ലഡി ആ സംഭവം സ്റ്റേജിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. സ്വന്തം ബ്ലഡ് കൊണ്ടാണ് സോൾ ഓപ്ഷൻ സീനിൽ അദ്ദേഹം ആ ആക്ട് 2 നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഈവൻ ദോ ചിലയിടത്ത് ആക്ട് 1 അവസാനം കാണും, എങ്കിലും എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ട് 2 തന്നെ പഠിച്ചാൽ മതി. ആക്ട് 2 ശരിക്കും സ്വന്തം ബ്ലഡ് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള വലിയ വലിയ നമ്മളെ പിടിച്ചെടുത്തുന്ന കുറച്ച് സീൻസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നീട് വാഗ്നർ പാരഡീസ് ഹിസ് മാസ്റ്റേഴ്സ് കോൺജറിങ് ബൈ ട്രൈങ് ടു കമ്പൽ എ സെർവന്റ് ഓഫ് ഹിസ് ഓൺ. വാഗ്നർ എന്ന് പറയുന്ന ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ സെർവന്റ് സ്വന്തം സെർവന്റിന്റെ അടുത്ത് അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളും മാജിക് സ്പെൽസും ഒക്കെ കാണിക്കാൻ ഇരിക്കുന്നുണ്ട്. ആ ക്ലൗൺ റിസംബ്ലൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. സോ
എഗെയിൻ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് വലിയ വലിയ അംബീഷൻസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് വാഗ്നർ, ക്ലൗൺ, റോബിൻ, റാഫെ തുടങ്ങിയ മൈനർ ക്യാരക്ടേഴ്സ് ചുമ്മാ കുറച്ച് വൈൻ കുടിക്കാനും അല്ലെങ്കിൽ വിമനൈസർ ആവാനും വേണ്ടിയൊക്കെ ഈ മാജിക്കിനെ യൂസ് ചെയ്യുന്ന ഒരു കോൺട്രാസ്റ്റും ഭയങ്കര വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ കോമിക് സീൻസിനെയൊക്കെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതിനെ ആക്ട് 3 ആക്കണോ 4 ആക്കണോ തുടങ്ങി ഇപ്പോഴും കോൺഫ്ലിക്ട്സ് ആണ്. പിന്നെ ചാൾസ് 5 എന്ന് പറയുന്ന കിങ് വരുന്നുണ്ട്. അതൊക്കെ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആവാം കേട്ടോ. ചാൾസ് 5ന്റെ റെഫറൻസ് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ളൊരു കഥാപാത്ര സൃഷ്ടി തന്നെയാണ് ഡോക്ടർ ഫോസ്റ്റസ്. ഈവൻ ആ ഹെലനെ കാണണം എന്ന് പറയുമ്പോഴും ഒക്കെ ഓക്കെ, ഫോസ്റ്റസ് റീകാൾസ് ഹെർ ഫോർ ഹിസ് ഓൺ ഫിസിക്കൽ ഡിലൈറ്റ്. കാണാൻ വേണ്ടിയിട്ട് ഹെലൻ ഓഫ് ട്രോയെ വിളിച്ചു വരുത്തുന്നു. വാസ്റ്റ് ഇസ് ദ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1,000 ഷിപ്സ് ആൻഡ് ബേൺ ദ ടോപ്ലെസ് ടവേഴ്സ് ഓഫ് ഇലിയം. നമ്മൾ ഒരു പക്ഷേ ഒരു ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ ഡിഗ്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യത്തെ സെമിസ്റ്ററിൽ തന്നെ കേൾക്കുന്ന അത്ര ഗംഭീരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. അതൊക്കെയും വരുന്നത് ഈ ഒരു വർക്കിലാണ് എന്നുള്ളതുമാണ്. സ്വീറ്റ് ഹെലൻ മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ്. എന്നെ ഇമ്മോർട്ടൽ ആക്കൂ വിത്ത് എ കിസ് എന്നാണ് സ്വീറ്റ് ഹെലനോട് പറയുന്നത്. സോ എൻറ്റയർലി ഒരു മനുഷ്യനായിട്ട് മാറുന്ന ഒരു ഹ്യൂമൻ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉള്ള ഡോക്ടർ ഫോസ്റ്റസിനെയാണ് നമ്മൾ കാണുന്നത്. വാസ്റ്റ് ഇസ് ദ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1,000 ഷിപ്സ് ആൻഡ് ബേൺ ദ ടോപ്ലെസ് ടവേഴ്സ് ഓഫ് ഇലിയം. സ്വീറ്റ് ഹെലൻ മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഗംഭീരമായ സീനുകൾ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു ഹെലനുമായിട്ടുള്ള ഒരു ഷാഡോയും മേറ്റിങ്ങും ഒക്കെ ഇമ്മോർട്ടാലിറ്റി തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നീട് അവസാനം ഇദ്ദേഹം ഫേറ്റിനെ തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, ലൂസിഫറിന്റെ കൂടെ പോകാം എന്നുള്ള ലാസ്റ്റ് അവേഴ്സിൽ ഉണ്ടാവുന്ന ഡിലമാസും കരച്ചിലും വിഷമവും സങ്കടവും റിപ്പൻറ്റൻസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതെല്ലാം തന്നെ ഡോക്ടർ ഫോസ്റ്റസിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മാറുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻറ്റ് മൈറ്റി ലൈൻസ് ആണ്. ഈ പറയുന്ന കണക്ക് ഗംഭീരമായിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ദ ലാംഗ്വേജ് ദാറ്റ് കമ്പൈൻസ് ബോത്ത് ക്രിസ്ത്യൻ ആൻഡ് ക്ലാസിക്കൽ ആ ഒരു ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അലിഗറിക്കൽ റിലീജിയസ് ഡ്രാമ ഓഫ് സാൽവേഷൻ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. സോ ഡോക്ടർ ഫോസ്റ്റസ് ഇസ് ദ ഓൺലി ഗ്രേറ്റ് റിലീജിയസ് ഡ്രാമ ഓഫ് ദി എലിസബത്തിയൻ പീരീഡ് എന്നാണ് പറയുന്നത്. ആൻഡ് മനുഷ്യന്റെ ക്വസ്റ്റ്യൻസിനെയൊക്കെ അഡ്രസ് ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ആ ഒരു വർക്ക് നമ്മുടെ ആപ്പിൽ അത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ വലിയ സ്വപ്നങ്ങളുടെ പിറകെ പോയി ഡൗൺഫോൾ ആയിട്ട് വീണ മനുഷ്യരെ പറ്റിയല്ല, അതിനപ്പുറവും ഒക്കെ നമുക്ക് അത്രമാത്രം പ്രിയങ്കരനായ ഡോക്ടർ ഫോസ്റ്റസിലാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ പൾപ്പിറ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തെ സ്റ്റഡി പ്ലാന് 25-ാം തീയതി തൊട്ട് അപ്പായിട്ടുണ്ട്. വിജയദശമിയുടെ ഓഫറിന്റെ ഭാഗമായിട്ട് അത് മാത്രമല്ല, ഇനിഷ്യലി തന്നെ 150 സ്റ്റുഡൻസ് ആയ സന്തോഷത്തിൽ നമ്മൾ ഏറ്റവും കുറച്ച് ഫീസ് വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്മിഷൻസ് നടക്കുന്നത്. 1 ടൈം പേയ്മെന്റ് ആണ്. അതല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ആണെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ബാച്ചിൽ 12K നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം, എന്തുണ്ടെങ്കിലും വിളിക്കാം. ആദ്യത്തെ 200 അഡ്മിഷൻസിനാണ് നമ്മൾ മെറ്റീരിയൽ ഉൾപ്പെടെ ഫ്രീ ഓഫ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. 180ാമത്തെ അഡ്മിഷനും കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഹംബിൾ ആയിട്ടേ ഉള്ളൂ, കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടേ ഉള്ളൂ. സോ ഒത്തൊരുമിച്ച് ഈ വരുന്ന എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക് യു.